അന്ന് സംഭവം ഈ കക്ഷികളൊന്നും സത്യം പറഞ്ഞാൽ ഈ ആ സമയം വിവരം അറിയുമ്പോൾ ഞാൻ കിടന്നിട്ട് എൻ്റെ കട്ടിൽ നിർത്തിയിട്ട് എൻ്റെ കട്ടിൽ മേൽ ഇരിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഉണ്ടായത്. അതിൻ്റെ ശേഷം നമ്മൾ വിവരം അറിയുന്നത് ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട്. ഇവരെന്ന് പറഞ്ഞാൽ ഒരു 2-3 നാൾ എൻ്റെ കട്ടിൽ മേൽ ഇരിക്കുന്നുണ്ട്. ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. ആ ശിക്ഷിക്കപ്പെട്ടു കളവായിട്ട് ആക്കിയതാണ്. അന്ന് ഞാനിങ്ങനെ രാവിലെ പണിക്ക് വന്നിരുന്നു. മട്ടന്നൂർ ടൗണിൽ അടുത്ത ബസ്സിന് ആടുന്ന് ഇഷ്ടിക്കേക്ക് പോകുന്ന എല്ലാ ബസ്സിൽ കയറാൻ നോക്കുമ്പോൾ ആടുന്നാണ് അന്നത്തേക്ക് വേക്കുന്നത് തയ്ച്ചത്. അറിയുന്ന ആളെന്ന് വെച്ചാൽ ഒരാൾ ഞങ്ങൾക്കറിയാം. അറിയാൻ പറഞ്ഞാൽ ഞാൻ മസാറുമ്പോൾ കക്ഷിയായിട്ട് ഉണ്ട്. അപ്പം ഞങ്ങളൊന്നും പ്രതീക്ഷിച്ചില്ല. നിങ്ങൾ അമ്മ മനസ്സിലില്ല. അങ്ങനെയാണ്. സദാനന്ദൻ കണ്ടിട്ടില്ല. മറ്റവരെല്ലാം ഉണ്ടായിരുന്നു അന്നേരം. നിങ്ങളെ ആക്രമിച്ച അതിന്റെ തുടർച്ച എന്നുള്ള രീതിയിലാണോ പിന്നീട് ഈ സംഭവം? അതതിൻ്റെ തുടർച്ചയിലാണ്. ഇപ്പൊ ഈ ശിക്ഷിക്കപ്പെട്ടവരാരും അതിൽ ആ സമയത്ത് ഉണ്ടായിരുന്നു? ഇല്ല. ഇതൊന്നും നിരപരാധികളാണ്. അപ്പോൾ ആരെയൊക്കെ ചെയ്തപ്പോ ഇതിപ്പം നമുക്ക് അതിനെപ്പറ്റി പറയാൻ കഴിയില്ല. അത് പറയാൻ കഴിയില്ല. ഈ ശിക്ഷിക്കപ്പെട്ടവരെല്ലാം നിരപരാധികളാണ്. ഇവർക്ക് അതിൽ പങ്കില്ല. ഒരു പങ്കില്ല.